മലപ്പുറത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ചുള്ള സമ്മേളനത്തിന് 19 രാവിലെ വാറുങ്കോട് സഖാവ് ഇ കെ നായനാർ നഗറിൽ തുടക്കമായി. സമ്മേളന മുഹൂർത്തത്തിനും സാക്ഷിയാവാൻ പ്രതിനിധി സമ്മേളനത്തിൽ ആയിരങ്ങൾ എത്തിയിരുന്നു. പാർട്ടിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റിയ തൊഴിലാളി വർഗ സംഘടിത പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ഹർകിഷൻ സുർജിത്ത് റെഡ് വളണ്ടിയർമാരുടെ ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. വരുമ്പോൾ അഭിമാനിച്ച് കൊയ്തുമെതിച്ച് കുന്നീരുണഞ്ഞു മരിച്ചതുമാരാണ്. തലവറയാകെ നിറച്ചു ചിരിച്ചു മതിച്ചു കഴിഞ്ഞതുമാരാണ്. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ ചെങ്കൊടി ഉയർത്തിയപ്പോൾ സമ്മേളന തുടക്കമോതി 18 കരീന വെടികൾ മുഴങ്ങി. രക്തസാക്ഷി കുടീരത്തിൽ സഖാവ് ഇ ബാലാനന്ദൻ ദീപശിഖാജ്വാല തെളിയിച്ചു. രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിനിധികൾ പുഷ്പാർച്ചന അർപ്പിച്ചു. ലോകത്തെമ്പാടുമുള്ള ദേശാഭിമാനികളുമായി ചേർന്ന് ലോക ജനതയുടെ കടുത്ത ശത്രുവായ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ വേദിയിൽ നാം ഒത്തുചേരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഉള്ളിൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി വളർന്നിട്ടുള്ള നമ്മുടെ പാർട്ടി അധികാരത്തിലിരിക്കുന്ന UPA ഗവൺമെന്റിന് നമ്മുടെ പിന്തുണയില്ലാതെ അധികാരത്തിൽ തുടരാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു സ്ഥിതിയാണ് പ്രബുദ്ധ ഭാരതം കൈവരിച്ചിട്ടുള്ളത്, നേടിയെടുത്തിട്ടുള്ളത്. ഇടനിലക്കാരായ ജീവനക്കാരുടെയും ഇടനിലക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെയും എല്ലാം അവകാശാക്ഷേപങ്ങളും പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്രിയാത്മകമായ ഏത് വിമർശനങ്ങളെയും അങ്ങേയറ്റത്തെ ആദരവോടും ബഹുമാനത്തോടുകൂടിയും സ്വീകരിക്കുമ്പോൾ തന്നെ നിർദ്ദയവും ക്രൂരവും കഠിനവുമായ വിമർശനങ്ങളുടെ കഥയില്ലായ്മ തുറന്നു കാട്ടിക്കൊണ്ട് ഈ നാട്ടിലെ ദേശസ്നേഹികളെയും ഈ നാട്ടിലെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടം തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രം 18ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർത്തുന്ന ഈ പതാക ഞാൻ ഇതോടെ ഉയർത്തുകയാണ്. നമസ്തേ വിജയ പതാകേ, നമോ നമസ്തേ വിജയ പതാകേ. ആരുടെ കൈകൾ ഭൂവിനെയെല്ലാം, ആരുടെ കൈകൾ ധ്വജമേ ജയ് ജയ്, രക്തവിഭാഗം ധ്വജമേ ജയ് ജയ്. ഞങ്ങളിൽ രക്തമൊരിക്കുള്ളോളം, കർഷകരാം തൊഴിലാളികളാം നാം നമ്മുടെ കൊടിയുടെ മാനം കാക്കും, നമ്മുടെ കൊടിയുടെ മാനം. CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്. സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്. സാമ്രാജ്യത്വം തുലയട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ. മുതലാളിത്തം നശിക്കട്ടെ, മുതലാളിത്തം നശിക്കട്ടെ.
ഒരുമപ്പന്തലിലൊന്നിച്ചിട്ട് നടുനീർക്കാനൊരു വഴി തേടിയിട്ട് ചേരേണ്ടവരുടെ ബോധമുണർത്തി ചോരച്ചെങ്കടൽ നീന്തി കേറി നേർവഴി വെട്ടി ധീരത നാട്ടി മാനവനായതുമാരാണ്. പതിനാല് ജില്ലകളിൽ നിന്നും 545 പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, ബഹുജനങ്ങൾ, തിങ്ങി നിറഞ്ഞ സദസ്സ്. സഖാവ് നായനാരുടെ തുടിക്കുന്ന ഓർമ്മകളിലായിരുന്നു സമ്മേളന നഗരി. ലോക തൊഴിലാളി വർഗത്തിന് ഐക്യകാഹളം മുഴക്കി സംഘശക്തിയുടെ വിമോചന പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യപ്പെട്ട് സ്വാഗത ഗാനാലാപനം, തുടർന്ന് രക്തസാക്ഷികൾക്ക് അനുസ്മരണം. പോരാട്ട വീഥികളിൽ ജീവൻ പൊലിഞ്ഞ ഫാസിസത്തിന്റെ കുന്തമുനയിൽ ചോര ചിന്തിയ സമരപഥങ്ങളിൽ വർഗശത്രുക്കളുടെ കൊലക്കത്തിക്കിരയായ രക്തസാക്ഷികൾക്ക് സമ്മേളനം ഓർമ്മയുടെ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഇതിനുമപ്പുറം പ്രചോദിതമായി കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഇരുട്ട് സെല്ലിൽ നിന്നും മൊകേരി, പന്നിന്നൂർ സഖാക്കളയച്ച സമ്മേളന സന്ദേശവും. ഊർഷ്വാഭരണത്തിന് ഞങ്ങളെ കൊല്ലാൻ കഴിഞ്ഞേക്കാം, പക്ഷേ വിപ്ലവത്തെ കൊല്ലാൻ കഴിയില്ല. മരണത്തിന് പിന്നിലാണ് വിജയമെങ്കിൽ ആ മരണത്തെപ്പോലും ഇൻകുലാബ് വിളിച്ചുകൊണ്ട് സ്വീകരിക്കും. മനുഷ്യസ്നേഹത്തിന്റെ മഹാപ്രത്യശാസ്ത്രമായ മാർക്സിസത്തിന്റെ തീനാമ്പുകൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രഭചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ആവേശത്തിലാണ് കാരിരുമ്പഴിക്കുള്ളിൽ ഞങ്ങൾ. സമ്മേളനത്തെ ഒരു നിമിഷത്തേക്ക് നിശബ്ദമാക്കിയ വാക്കുകൾ. വിപ്ലവാഭിനിവേശത്താൽ വികാരഭരിതമായ സദസ്സിൽ ഇൻകുലാബ് മുഴങ്ങി. ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും തന്നെ മറന്നുപോകുന്ന നിമിഷം. വർഗബോധത്തിന്റെ ഉൾക്കടലിൽ രോമകൂപങ്ങളിൽ പോലും വിപ്ലവാവേശം സന്നിവേശിക്കുന്ന സമയം. ഇതിനോട് പ്രതികരിക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരന് വാക്കുകളില്ലാതാവുന്ന നിമിഷം.
നെയ്യാപ്പഴം മാത്തുള്ളിത്തായോ താളത്തിൽ മേളത്തിൽ കറ്റമെരിച്ച് നെറ്റിയിൽ തൂകിയ വെറു തുടച്ച് നീയാപ്പഴം പാട്ടുമുള്ളിത്തായോ കൊളുത്ത് തത്ത കൂട് തുറന്ന് മാടത്തെ കുട്ടിയിൽ കൂടുന്നു കുട്ടിയ പാട്ടും ഞാനിന്ന് പാടിത്തരാം കൊളുത്തി തത്ത കൂട് തുറന്ന് മാടത്തെ കുട്ടിയിൽ കൂടുന്നു കുട്ടിയ പാടിത്തരാം കുളങ്കാട് കാണുവാൻ ചോല നീന്തിടാം മലക്കാട്ടി പോയിടാം താളത്തിൽ മേളത്തിൽ കറ്റമെരിച്ച് നെറ്റിയിൽ തൂവിയ വെപ്പ് കുറച്ച് നീയാപ്പഴം പാട്ടുമൂളിത്തായോ സാമ്രാജ്യത്വ ശക്തികളുടെ നീക്കങ്ങൾക്കെതിരെ ശക്തിയായി രംഗത്ത് വരുന്ന വന്നുകൊണ്ട് വിസ്തരിച്ചിട്ടുള്ള നമ്മളുടെ സാമ്രാജ്യ വിരുദ്ധ നിലപാട് ഉപേക്ഷിക്കുകയും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇത്ര അപകടകരമായ ആപൽകരമായ ശ്രമിക്കുന്ന ശക്തി ചെങ്കൊടി പാറണ് ചേകില് പാനി ചങ്കടി കൊട്ടണ് അപ്പടി താളം ചിങ്കടി പാറണ് ചില്ലിൽ പാനി ജനങ്ങൾക്കെതിരായിട്ടുള്ള പല രംഗത്തുമുള്ള നീക്കങ്ങൾ ശക്തിപ്പെട്ടു വരുന്നത് നമ്മൾ കാണുന്നു. അരിവാൾ രാഗടി നെഞ്ചിനാളയിൽ അവകാശങ്ങൾ കൊയ്യാം നാളെ ജാതിമത ചിന്തതുലയെറിഞ്ഞ് മർമ്മബോധം നെഞ്ചിൻ നീളമായി മാറ്റി തൊഴിലാളി വർഗത്തിൻ രാജ്യം വരും താളത്തിൽ മേളത്തിൽ കറ്റമെരിച്ച് നെറ്റിയിൽ തൂവിയ വെറുതെ തുടച്ച് നീയാപ്പഴം പാട്ടുമൂളിത്തായോ തുറന്ന് മാടത്തെ നിറഞ്ഞ സദസ്സിനു മുന്നിൽ സഖാവ് സുർജിത്ത് തന്റെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങി. ജനാധിപത്യ രാഷ്ട്രത്തിലെ തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിന്റെ കടമകളെ ഓർമ്മപ്പെടുത്തുന്ന പ്രസംഗം. ഇന്ത്യയുടെ ഭാവി ഇനി കമ്മ്യൂണിസ്റ്റ് കരങ്ങളിലാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സദസ്സിൽ നിലക്കാത്ത കയ്യടി. Ministry of the Communists are formed without anybody's spoke. So this is a merit which lies in the blood of Kerala, that if the struggle for freedom is there, if any other struggle for the welfare of the people is there, Kerala is in the forefront there. Enthusiasm for the Communist Party and the Communists are there because it is in independent India, the first ministry. So this type of activity which Kerala has carried has enhanced the prestige of Kerala, and even today people look towards Kerala as a militant force siding with the forces fighting for the liberty and peace. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് രൂപീകരിക്കും. It is we who are looking toward them. They are in the cabinet now, they have formed the ministry now with the help of the communists, and they cannot maintain that ministry if we withdraw the support away. Immediately if some problem comes, there also we have decided from the beginning that recommendations made by us, if they are not carried, we are not bound to support you. Always they are under this type of threat, sometime in the newspaper, sometime outside. So you have seen in the newspaper, we thought we not innocently we have to hand because a force which is very dangerous force in the country, the criminal force against whom we have been fighting constantly earlier because it is very disruptive of life security. We have decided to take this course, and the Congress now has to telephone twice that yes, what about this matter,
And we first asked him to put a signature. On what signature? Signature on the common minimum program, which enunciate that they will do everything to see that the program which we have drafted, that will be carried through by your government. We have not joined the government. We have not taken that responsibility because we know the limitations of the Gujarati. But at the same time, we are doing everything to see that this function so that the dark forces of communism do not come forward. എന്നാൽ ചരിത്ര That has to be carried through. So I don't want to take my time. I tell you, things are moving where they were at the time of uniform first ministry. And today, where it is not the first ministry, where West Bengal is there, and then Kerala has to be there. Even some congressmen I have seen calculating after that voting was cited, in which it was stated that 18-member total. മൈതാനിയിൽ ചേരുക അധിനിവേശ വിരുദ്ധ ഐക്യദാർഢ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പൊളിറ്റിക്കൽ സഖാവ് ഒരുപാട് പോരാട്ടഭൂമികൾ സമരാഗ്നിയിൽ തീർത്തോരായിരം വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമര ശബ്ദത്തിന്റെ പൊരുതുന്നു ക്യൂബയും ഇറക്കും പലസ്തീനും നേരുന്നു ഞങ്ങള നാട്ടിലും മാറ്റൊഴി ദൂരെ മുഴങ്ങുന്നു കേൾക്കുക ഇടതുപക്ഷത്തിന്റെ പടമഴിച്ചിടുക. ലോകത്തെവിടെയും മാനവികതയ്ക്ക് മേലുള്ള ആക്രമണങ്ങളെ പ്രതിഷേധത്താൽ ചെറുത്ത പാരമ്പര്യമാണ് മലപ്പുറത്തിനുള്ളത്. വിയറ്റ്നാമിൽ, ക്യൂബയിൽ, അഫ്ഗാനിസ്ഥാനിൽ, പലസ്തീനിൽ, ഇറാഖിൽ സാമ്രാജ്യത്വ ഭീകരതയുടെ യുദ്ധ ടാങ്കറുകൾ ഇരമ്പിപ്പാഞ്ഞപ്പോൾ, മാനവികതയ്ക്ക് മുകളിൽ ക്രൂരതയുടെ ബോംബ് വർഷമുണ്ടായപ്പോൾ പ്രതിഷേധത്തിന് മുന്നിൽ നിന്ന പ്രസ്ഥാനം സമ്മേളന ദിവസവും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. അമേരിക്കൻ അധിനിവേശങ്ങൾക്കെതിരെ പോരാട്ടങ്ങൾ തുടരുന്ന ഇറാഖി, ക്യൂബൻ ജനതയോടും ഇസ്രായേലി ഭീകരതയ്ക്കെതിരെ പടപൊരുതുന്ന പലസ്തീൻ ജനതയോടും പൂർണ്ണ ഐക്യമറിയിച്ചുള്ള അധിനിവേശ വിരുദ്ധ ഐക്യദാർഢ്യ സമ്മേളനത്തിന് വേദിയായത് കോട്ടപ്പടിയിലെ യാസർ അറഫാത്ത് നഗറായിരുന്നു. മൺമറഞ്ഞ പലസ്തീൻ വിമോചന പോരാളി യാസർ അറഫാത്തിന്റെയും ക്യൂബൻ നായകൻ ഫിഡൽ കാസ്ട്രോയുടെയും സദ്ദാം ഹുസൈന്റെയും ചെഗുവേരയുടെയും പോസ്റ്ററുകളുമായി നഗരവീഥികൾ തിങ്ങി നിറഞ്ഞു. പോരാടുന്ന ജനതകളോട് അവർ തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം ശക്തിയായി തുടരുക തന്നെ ചെയ്യുമെന്ന് അവർ ഉദ്ഘോഷിച്ചു. ദീപം തെളിയിച്ച് ആയിരങ്ങൾ ഐക്യദാർഢ്യ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് VS അച്യുതാനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പല സെമിനാറുകളും മലപ്പുറം ജില്ലയിൽ വിവിധ ജനവിഭാഗങ്ങളെ ഉദ്ദേശിച്ച് സംഘടിപ്പിക്കുന്നതിൽ ഒന്നാണ് ഈ സെമിനാർ. അധിനിവേശത്തിന്റെ ഏറ്റവും ഏറെ വിഷമതകൾ ലോകത്താകെയുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യവും അതിൽ നിന്ന് അതീതമല്ല.
നൂറ്റാണ്ടുകാലം പടപെടുത്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടിയെങ്കിലും മഹത്തായ സോവിയറ്റ് യൂണിയന്റെ പരാജയത്തെ തുടർന്ന് ലോക സാമ്രാജ്യത്വ ശക്തികളിൽ മുന്നിട്ട് നിൽക്കുന്ന അമേരിക്ക ദുർബല രാജ്യങ്ങളെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു വശത്ത് അങ്ങനെ ഒരു നയം സ്വീകരിക്കുമ്പോൾ തന്നെ മറുവശത്ത് അത്യന്തം നീചവും നിന്ദ്യവുമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, MA ബേബി തുടങ്ങിയവർ സംസാരിച്ചു. MS നസീമും സംഘവും ഒരുക്കിയ ഗാനമേളയും സഖാവ് നായനാരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സംഘചേതനയുടെ ജനനായകൻ നാടകവും ആയിരങ്ങൾക്ക് ദൃശ്യാനുഭവമായി. Our solidarity is with the people. And today, when US imperialism is posing the greatest threat to humanity, we have a large number of threats to humanity. We have mass poverty. The majority of the people on this planet do not get enough to eat, do not have education, do not have health. There is the threat to the environment because of the rapacious plunder of the capitalist system, which is bringing about large-scale degradation of nature and serious problems for the climate and for the livelihood of the people. We have in our world today the threat of nuclear weapons, but in all these problems which are faced by humanity, we find a common thread. That is, much of these problems are today existing or created or perpetuated by imperialism. Humanity is posed by American imperialism. സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം കമ്മ്യൂണിസ്റ്റ് പോർവീര്യം കണ്ട് മലപ്പുറം ത്രസിച്ചു. നഗരപഥങ്ങളിൽ ചെങ്കൊടിയേന്തി മുദ്രാവാക്യമൊഴുക്കി ഒഴുകി നീങ്ങുന്നവർ, കുടുംബസമേതം സമ്മേളനം കാണാനെത്തിയവർ, കൈക്കുഞ്ഞുമായി ഉമ്മമാരെത്തിയപ്പോൾ വന്ധ്യവയോവൃദ്ധർ പ്രായത്തെ വകവയ്ക്കാതെ ഒടുങ്ങാത്ത ആവേശവുമായാണ് ഇവിടെ എത്തിയത്. സഖാവ് EK നായനാർ നഗറിൽ, കോട്ടപ്പടി യാസർ അറഫാത്ത് നഗറിൽ, കോട്ടക്കുന്നിലെ സഖാവ് EMS നഗറിൽ എവിടെയും ഒഴുകിയെത്തുന്നത് ആയിരങ്ങൾ. മലപ്പുറം ഇതുവരെ അനുഭവിച്ചറിയാത്ത ഉത്സവ പ്രതീതി. എന്റെ പ്രിയേ നെഞ്ചിലൊരാശ, ചെങ്കടലാകും നാടൊന്നു കാണാൻ എന്തു ചെയ്യാം ഞാനിക്കരയല്ലേ. എന്റെ പ്രിയേ നെഞ്ചിലൊരാശ, ചെങ്കടലാകും നാടൊന്നു കാണാൻ എന്തു ചെയ്യാം ഞാനിക്കരയല്ലേ. എങ്കിലും പോകണം പൊന്നേ, പിൻഗുലാബിൻ ചെങ്കൊടിയേന്താ, നമ്മുടെ ചോര ചെങ്കടൽ കാണാൻ ചെങ്കൊടിയേന്താ, നെഞ്ചിൽ ചെങ്കൊടിയേന്താ. എന്റെ പ്രിയേ നെഞ്ചിലൊരാശ, ചെങ്കടലാകും നാടൊന്നു കാണാൻ എന്തു ചെയ്യാം ഞാനിക്കരയല്ലേ.
കരിക്കാടി കണ്ട അടിയാളർ മാറും കാലം അന്തിവരെ ജോലി ചെയ്താൽ കരിക്കാടി കിട്ടാക്കാലം ഉടയോനെ ദൂരെ കണ്ടാൽ അടിയാളർ മാറും കാലം ഒരു തുണ്ട് ഭൂമി കിട്ടാൻ ഒരു കൊച്ചു കൂര കെട്ടാൻ പോരാടിയ പ്രസ്ഥാനം EMS-ഉം AKG-യും നമ്മെ നയിച്ചതു നേടിത്തന്നു മറക്കല്ലേ പിന്നെ നമ്മുടെ ഭൂതകാലം മറക്കല്ലേ പിന്നെ നമ്മുടെ ഭൂതകാലം എന്റെ പ്രിയേ നെഞ്ചിലൊരാശ ചെങ്കടലാകും നാടൊന്നു കാണാൻ എന്തു ചെയ്യാം ഞാൻ ചെങ്കൊടി കുത്തിയ മോട്ടോർ സൈക്കിളുകൾ, ഓട്ടോറിക്ഷകൾ, ജീപ്പുകൾ, കാറുകൾ, പ്രചരണ വാഹനങ്ങൾ, ഗായക സംഘങ്ങൾ, ഇത്രമാത്രം ചുവപ്പെന്ന വികാരത്തെ മലപ്പുറം ഹൃദയത്തിലേറ്റുവാങ്ങിയിരുന്നു. വാറുംകോട്ടെ സഖാവ് EK നായനാർ നഗറിൽ ചെമ്പടയുടെ കാവലിൽ പ്രതിനിധി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് സമ്മേളനവേദി കാണാനെത്തിയവരുടെ തിരക്കായിരുന്നു. വേദിക്ക് മുന്നിൽ ഓർമ്മകൾ സൂക്ഷിക്കാനായി ചിലർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു, ചിലരത് പകർത്തിയെടുത്തു. ഉന്നപ്രയിൽ വീണ ചോര പൂക്കൾ തൻ കൊള്ളും ഗന്ധം തൊഴിലാ
വൈകിട്ട് കോട്ടപ്പടിയിലെ യാസർ അറഫാത്ത് നഗറിൽ സെമിനാർ. വർത്തമാനകാല ഇന്ത്യ, ഇടതുപക്ഷ പരിപ്രേക്ഷ്യം. സെമിനാറുകൾ പങ്കെടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങളുടെ നായകരെത്തിയിരുന്നു. വെളിയം ഭാർഗവൻ, MP വീരേന്ദ്രകുമാർ, PJ ജോസഫ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ചെറിയാൻ ഫിലിപ്പ് തുടങ്ങിയവർ. മറ്റു വിഷയങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ കാലിക രാഷ്ട്രീയത്തിൽ സംയുക്തമായി സംസാരിക്കും സഖാവ് സീതാറാമിന്റെ ഈ സെമിനാർ കമ്മിറ്റിക്ക് വേണ്ടി തന്റേതായ അഭിപ്രായം, സുവ്യക്തമായ അഭിപ്രായം. ചരിത്രരഥങ്ങളുരുണ്ട വഴികളിൽ കയറുന്നു പോലെയുറച്ച പടയണി കുതിച്ചു ചാടുന്നു. പെരുന്ന കോട്ടകൾ തകർത്തു കയറിയ കരുത്തലേകുന്നു. ഉദിച്ചിരിന്നതാണ് നമ്മുടെ ചരിത്ര നിക്ഷേപം. സഖാക്കളെ 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 പാർട്ടി പോലീസ് അറുന്നൂറോളം വരുന്ന കലർക്കപ്പെട്ട കഴിഞ്ഞ കാലത്തെ പോലെ കാലികമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ സമ്മേളനത്തോടൊപ്പം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളും ജയിക്കുന്ന ആളുകളുമായ പുതിയ ലോക സ്വപ്നവുമായി അടവെട്ടി അടവെട്ടി പടനിലങ്ങളിൽ പിടഞ്ഞു വീണവരെ പുതിയ ലോക സ്വപ്നവുമായി അടവെട്ടി അടവെട്ടി പടനിലങ്ങളിൽ പിടഞ്ഞു പുലരും പുതുലോകത്തിൻ കിഴിമുട്ടകളിടനെഞ്ചി അടവച്ച പ്രിയപ്പെട്ട പിതാക്കളെ. ഇന്ത്യയിലെ ഇടതുപക്ഷ സംഘശക്തിയുടെ നേതൃവാഹകനായ CPIM പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരിയായിരുന്നു ഉദ്ഘാടകൻ. ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആഗോളവൽക്കരണത്തിന് കാലഘട്ടത്തിലെ പ്രതിരോധത്തിന്റെ പടച്ചട്ടയും മുന്നേറ്റത്തിന്റെ പടവാളുമേന്തിയ ഏകശക്തി ഇടതുപക്ഷം മാത്രമാണെന്ന് സെമിനാർ അഭിപ്രായപ്പെട്ടു. So that in itself defines what is the role of the left today, that it is playing and will continue to play in the days to come. From what I believe, we know a very crucial role in shaping modern India as we develop into the 21st century. Shall I continue or will we? What I believe is the four fundamental pillars of the Indian Constitution. That is secular democracy, that is economic self-reliance, third is federalism, and fourth is social justice. These four constitute the pillars of modern India as defined by the Indian Constitution. The left wants to strengthen these foundations of modern India, and on the basis of that strength convert this modern India into a socialist India, on which is the only guarantee for the real social justice that can be given to the people of our country. So the left's contribution today is
is to begin with in strengthening the foundations of modern India. Anything that is മൂന്നാം ദിവസവും മുൻദിനങ്ങളിൽ നിന്ന് വിഭിന്നമായിരുന്നില്ല. ചെഗുവേരയുടെ ചിത്രം പതിച്ച ബനിയനുകൾ അണിഞ്ഞ് വിപ്ലവഗാനങ്ങൾ മുഴക്കി ചെറുജാഥകൾ നഗരവീഥികളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. എവിടെയും മുഴങ്ങുന്നത് ഈ സംഘഗാഥകൾ മാത്രം. വൈകിട്ട് യാസർ അറഫാത്ത് നഗറിലെ സാംസ്കാരിക സമ്മേളനത്തിനും 10,000ങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. സുകുമാർ അഴീക്കോട് തന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ ഈ കവാത്ത് മൈതാനത്ത് സൂചി കുത്താനിടമുണ്ടായിരുന്നില്ല. ഒരു പ്രഭാഷണത്തിന്റെ ശ്രവണത്തിന് വേണ്ടി എത്തുക എന്നുള്ളത് പതിവുള്ള ഒരു ഉദ്ഘാടകന്റെ ഉത്തരവാദിത്തമായി ഞാൻ വിട്ടുകൊടുക്കുന്നു. ഇതൊരു മുന്നോടിയാണ്. എത്ര എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കിരീടം ചൂടുന്നത് സംസ്കാരമുള്ള ഒരു പ്രവർത്തകനാകുമ്പോഴാണ്. ഈ കാലഘട്ടത്തിലെ നമ്മുടെ ഹൃദയത്തിലെ ആന്തരമായ ഒരു വ്യഥ, ഈ സംസ്കാരത്തിന് നമ്മൾ അറിയാതെ ചെറിയ തരത്തിലുള്ള ചില ക്ഷയമോ ശോഷണമോ ചുതിയോ ഈ വാക്കുകളെല്ലാം നാം ഉപയോഗിക്കുന്നതാണ്. എല്ലാം സംസ്കൃത വാക്കുകളാണ്. വീര്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതിന്റെ അത് മുഴുവൻ മലയാളിക്ക് ചിരപരിചിതമാക്കിയത് രാഷ്ട്രീയത്തിന്റെ ഒരു തരത്തിലുള്ള തകർച്ചയാണ്. തകർച്ച എന്നൊന്നും ഇപ്പോൾ ആള് പറയാറില്ല, മൂല്യച്യുതിയെന്നേ പറയും. മൂല്യങ്ങൾ തകർന്നു എന്ന് പറയില്ല. മൂല്യക്ഷയം, മൂല്യശോഷണം കൊച്ചുകുട്ടികൾക്ക് വരെ അറിയുന്ന വാക്കുകളാണ്. നമ്മുടെ രാജ്യത്ത് ചിരപ്രയോഗത്തിൽ വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ് ഈ മൂല്യച്യുതി എന്നുള്ളത്. മൂല്യച്യുതി മൂല്യമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ദുഃഖം. അങ്ങനെയാണ് ഈ കോട്ടപ്പടിയും കോട്ടക്കുന്നും. അത് വെറുതെ സ്ഥലസൗകര്യത്തിന് വേണ്ടി കോട്ടക്കുന്നിൽ മീറ്റിംഗ് ആക്കി എന്നൊക്കെയല്ല ധരിക്കേണ്ടത്. നമ്മൾ ഇന്ത്യക്കാരിന് എത്തിച്ചേരേണ്ടതിന്റെ പ്രയാണ ദുർഘടതയാണ് ഇത് കാണിക്കുന്നത്. അതിന് തെളിവ് 54 കൊല്ലം 57 കൊല്ലത്തെ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ഒരു കാലയളവാണ്. ഈ 57 കൊല്ലവും നമുക്ക് ടി വിയിൽ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഇടവേളയായിട്ട് തീർന്നിരിക്കുകയാണ്. ഇത്ര നീണ്ടൊരു ഇടവേള ലോക ചരിത്രത്തിൽ ഒരു രാഷ്ട്രം സ്വീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. എന്താണിപ്പോൾ സംഭവിക്കുന്നത്? ഒരു ഇന്റർവെലാണ് എന്ന് വന്നിരിക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 57 കൊല്ലം ഇന്റർവെലായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതല്ല, നമുക്ക് കയറാനൊരു വലിയ കൊടുമുടിയുണ്ട്. ആ കൊടുമുടി കയറുന്നതിന്റെ ആദ്യത്തെ പടി നാം വെക്കുകയാണ്. അത്തരത്തിലുള്ള അതൊരു സാംസ്കാരികമായ കാഴ്ചപ്പാടാണ് ഇത്. അപ്പോ സംസ്കാരം എന്നുള്ളത് രാഷ്ട്രീയമായി ബന്ധമില്ലാത്തതാണ് എന്ന് കരുതരുത്. ഒരു കാലത്ത് കേരളത്തിൽ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഏത് പാർട്ടി ആയാലും ലോകത്തെ സർവ്വമതങ്ങളും ഉദ്ഘോഷിക്കുന്ന സമത്വം തന്നെയാണ് മാർക്സിസവും പറയുന്നത്. ഇത് പറയുമ്പോൾ സദസ്സിൽ നിരക്കാത്ത കയ്യടിയായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക നേതൃനിരയാൽ സമ്പന്നമായിരുന്നു ആ സായാഹ്നം. പി ഗോവിന്ദപിള്ളയും UA ഖാദറും ഡോക്ടർ KG പൗലോസും പി അപ്പുക്കുട്ടനും ഈ വൈകുന്നേരത്തെ ഏറെ സമ്പന്നമാക്കി. അങ്ങ് മുകളിൽ കോട്ടക്കുന്ന് മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകുവാനുള്ള മുന്നൊരുക്കത്തിലായിരുന്നു. സമാപന ദിവസത്തെ പൊതുസമ്മേളനം ഈ ചരിത്രഭൂമികയിലാണ്. വെള്ളപ്പട്ടാളത്തിന്റെ നിലക്കാത്ത വെടിയൊച്ചകൾക്ക് ചെവിയോർത്തിരുന്ന പടയോട്ടഭൂമി ഒരിക്കൽ കൂടി മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവുകയാണ്. ഇത് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് മാറ്റൊലിയേകുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശക്തി പ്രകടനത്തിന്. ഇരുപത്തിയൊന്നാം ശതകമെത്തി, ഇതിഹാസമെഴുതാൻ തുടങ്ങി. 21-ാം ശതകമെത്തി, ഇതിഹാസമെഴുതാൻ തുടങ്ങി. പൊരുതുന്ന മർത്യന്റെ യുഗമസ്തമിച്ചെന്ന് കരുതിയവരെ കാതോർത്തു
അതിജീവനത്തിന്റെ ശബ്ദം, പുതിയ നൂറ്റാണ്ടിന്റെ ശബ്ദം, ഈ പുതിയ നൂറ്റാണ്ടിന്റെ ശബ്ദം.